എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ഏട്ടാ ഞാൻ വരണോ? വേണടാ, ഞാൻ പോയിട്ട് വേഗം വരാം. ഈ അമ്മയുടെ ഒരു കാര്യം, ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടോ എല്ലാം പഴയതുപോലെ, ഒരു മാറ്റവും ഇല്ല. ശ്രീഹരി കാര്യങ്ങൾ ഇന്ദ്രനെ ഏൽപ്പിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാനായി ഇറങ്ങിയതും ഇന്ദ്രൻ ശ്രീഹരിയോടായി ചോദിച്ചതിന് അവനാകെ ഒരു മടുപ്പോടെ മറുപടി പറഞ്ഞിട്ട് ഇന്ദ്രനെ നോക്കി. സാരല്ല ഏട്ടൻ ചെല്ലും, അമ്പലത്തിലെ കാര്യമല്ലേ, ഏട്ടൻ ഈ കാര്യത്തിൽ എതിരൊന്നും പറയില്ലേ. എന്നാ ഞാൻ പോയി വരാം. ഇന്ദ്രനോട് യാത്ര പറഞ്ഞിട്ട് ശ്രീഹരി തന്റെ കാറിലേക്ക് കയറി വണ്ടി നേരെ അമ്പലത്തിലേക്ക് വിട്ടു. അവന് പ്രത്യേകിച്ച് സങ്കടമോ സന്തോഷമോ ആ നിമിഷം തോന്നിയിരുന്നില്ല. മനസ്സൊന്നിലും പെട്ടുകിടക്കുന്നുമില്ല. എല്ലാം നോർമൽ. തന്റെ ബിസിനസ് കാര്യങ്ങളുമായി അവൻ മനസ്സുകൊണ്ട് എല്ലാത്തിലും തിരിച്ചു വന്നിരുന്നു. അതുമായി പൊരുത്തപ്പെടുകയും ചെയ്തിരുന്നു. പിന്നെ അമ്മയുടെ ഒറ്റ നിർബന്ധം, അതുമാത്രമാണ് ഈ പോക്കിന്റെ ഉദ്ദേശം. തന്റെ ജീവിതവും അതിലുണ്ടായ മാറ്റം ഓരോന്നോർത്തുകൊണ്ട് അവൻ അമ്പലനടയിൽ എത്തിയത് അറിഞ്ഞതേയില്ല. അമ്പലത്തിനു മുമ്പിൽ അമ്മയെ കണ്ടതും അവൻ വേഗം വണ്ടി നിർത്തി വണ്ടിയിൽ നിന്നിറങ്ങി. മോനെ, അവളെവിടെ? ആര്? ശില്പ. ശില്പയോ? എന്താ അമ്മ ഇത്? അവളെ ഞാൻ പോക്കലിട്ട് നടക്കുവാണോ? അവന്റെ മുഖം ഗൗരവത്തിലായി. അപ്പൊ ഓഫീസിലേക്ക് വന്നില്ലേ അവള്? ഓഫീസിലോ? നമ്മളെ ഓഫീസ് ശരിക്കും എവിടെയാണെന്ന് പോലും അവൾ കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ടല്ലേ ഓഫീസിലേക്ക് വരുന്നത്? അമ്മ എന്താ രാവിലെ തന്നെ തമാശ പറയാണോ? ആ മോനെ, നീ വിളിച്ച് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് വേറൊരിടം വരെ പോവാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനും ശ്രീയേട്ടൻ അമ്പലത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അപ്പോഴത്തെ തിരക്കിൽ ഞാൻ വേഗം പോരുകയും ചെയ്തു. ഓഹോ, അപ്പൊ അമ്മയെ തന്ത്രപരമായിട്ട് അവള് പറ്റിച്ചു. അവള് വേറെ ആരെയോ കാണാൻ പോയിട്ടുണ്ടാവും. എന്തായാലും ശ്രീമംഗലത്തെ ശ്രീഹരിയെ കാണാൻ അവള് വന്നിട്ടില്ല, ഇനി വരികയില്ല. മോനെ, പത്മമാകെ തറഞ്ഞു നിന്നു. മകന്റെ മുമ്പിൽ ആകെ അപമാനിതയായി അവർ ഉരുകി. അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും എന്നെ വിളിക്കരുതെന്ന്, വെറുതെ മനുഷ്യനെ നല്ല സമയം കളയാനായിട്ട്. ശ്രീഹരി പിറുവിറുത്തു. ദൈവത്തിനെ കൂട്ടുപിടിച്ച് ഇനി അമ്മ ഇങ്ങനെ നാണം കിടന്ന് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ആ ഭാഗം അമ്മ ഇനി വിട്ടേക്ക്. നമ്മൾ തെളിക്കുന്ന വഴിക്ക് പോയില്ലെങ്കിൽ പോകുന്ന വഴിക്ക് തെളിക്കുക. ഇനി ഈ കാര്യത്തിൽ അത്രയേ ഉള്ളൂ, അതാദ്യം അമ്മ മനസ്സിലാക്കുക. ശ്രീഹരി പറഞ്ഞു കഴിഞ്ഞതും പത്മത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടത് ശ്രീഹരി വല്ലാതെയായി. അമ്മേ, അവന്റെ ഉള്ളം തേങ്ങി. അമ്മ വന്നേ. ശ്രീഹരി അമ്മയെയും കൊണ്ട് കാറിലേക്ക് കയറി. സുനി നീ വിട്ടോ, അമ്മയും കൊണ്ട് ഞാൻ വന്നോളാം. ഓക്കെ ശ്രീ. സുനി കാർ എടുത്തു പോയതും ശ്രീഹരി തന്റെ കാർ അമ്പലനടയിൽ നിന്ന് എടുത്തു. അല്പം മുന്നോട്ട് പോയതും വഴിയരികിൽ അവൻ കാറ് നിർത്തി. അപ്പോഴും പത്മത്തിന്റെ സങ്കടം മാറിയിരുന്നില്ല. അമ്മേ, ഇനി എന്റെ അമ്മ ആ കാര്യത്ത് വിഷമിക്കല്ലേ. ഇങ്ങനെ സങ്കടപ്പെടാനൊന്നുമില്ല ഇതില്. അമ്മയെ വേദനിപ്പിക്കാൻ പറഞ്ഞല്ല ഞാനൊന്നും. ഈ ജീവിതം ഇനി നല്ല രീതിയിൽ പോവില്ല അമ്മേ. അത് മുമ്പേ എനിക്ക് മനസ്സിലായ സത്യ. ആ സത്യം ഉൾക്കൊള്ളാൻ ഇനി എന്റെ അമ്മ മനസ്സ് വെക്കണം. പത്മൻ കണ്ണുകൾ തുടച്ച് ശ്രീഹരിയെ ദയനീയമായി നോക്കി. അവന്റെ മുഖം കാണുന്തോറും അവരുടെ ഹൃദയം നുറുങ്ങിക്കൊണ്ടിരുന്നു. താൻ കാരണമാണല്ലോ തന്റെ മോന്റെ ജീവിതം ഇങ്ങനെയായി തീർന്നെന്നോർത്തും വീണ്ടും അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ദേ അമ്മേ, ഇങ്ങനെ കരഞ്ഞെനിക്ക് ദേഷ്യം വരും കേട്ടോ. എന്റെ കാര്യം ഓർത്തിട്ട് ഇനി എന്റെ അമ്മയുടെ കണ്ണുകൾ നിറയരുത്. ഇനിയും ഇങ്ങനെ സങ്കടപ്പെടാനാണ് തീരുമാനിക്ക് പറയും, ഞാനെങ്ങോട്ടും പൊയ്ക്കോളാം. മോനെ, അരുത്, ഇനി അമ്മ വിഷമിപ്പിക്കില്ല. പക്ഷെ രാവിലെ തന്നെ ഇമാതിരി എന്നെ പറഞ്ഞു പറ്റിച്ച് അവളെ ഞാൻ വെറുതെ വിടില്ല. കൊടുക്കുന്നുണ്ട് ഞാൻ നല്ലോണം. അമ്മേ വേണ്ട, ശ്രീഹരി താക്കിയതോടെ വിളിച്ചു. മോനെ ശ്രീ, വേണ്ട, ഇനി നീ ഈ കാര്യത്തിൽ ഒന്നും പറയണ്ട. നിന്റെ മനസ്സിലുള്ള വേവലാതി അത് അമ്മയ്ക്കറിയാം. മായ, അവൾക്കിത് വിഷമാവില്ലെന്ന ചിന്തയാ പലപ്പോഴും ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ നീ മാറിയിരിക്കുന്നത്. അവിടെ അനിയത്തിയ മായ സമ്മതിച്ചു. പക്ഷെ ഇനി അവൾക്ക് വേദനിക്കലോ നിർത്തി നീ നിന്റെ ജീവിതം ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനായിട്ട് നിന്റെ ഒരു ജീവിതം ഇല്ലാതാക്കി. ഇനി അത് തന്നെ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് എന്തായാലും രണ്ടിലൊന്നും എനിക്കറിയണം. വീട്ടിലെത്തട്ടെ. അമ്മേ, ശ്രീഹരിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് അമ്മയെ തടഞ്ഞു നിർത്താനാവില്ലെന്ന് ആ സമയം അവന് മനസ്സിലായിരുന്നു. എത്രയൊക്കെ ചേർത്ത് വെച്ചാലും ശില്പയോടൊപ്പം ഇനി ഒരു ജീവിതം സാധ്യമല്ലെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു. മായയോടുള്ള സ്നേഹം കൊണ്ട് ഇനിയും ആ ജീവിതത്തിൽ പിടിച്ചു നിന്നാൽ മായ അടക്കം ഒരുപാട് ഹൃദയങ്ങൾ തന്നെ ഓർത്ത് തീരാ ദുഃഖത്തിലേക്ക് വഴുതി വീഴുമെന്ന് തോന്നിയതും അവൻ പത്മത്തിനെ നോക്കി പുഞ്ചിരിച്ചിട്ട് വണ്ടി മുന്നോട്ടെടുത്തു. പ്രശാന്തേട്ടാ. ഒരു നേരി കിതപ്പോടെ അവൾ എന്റെ മുഖത്തേക്ക് ഒരു ഞെട്ടിലോടെ നോക്കി. സാരമില്ല. അവളിലെ പതർച്ച കണ്ടതും ഒരു കുടിലമായ ചിരി ഉള്ളിലൊളിപ്പിച്ച് മുഖത്ത് സ്നേഹം നിറച്ച് അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ആ തലയിൽ തലോടി. അവന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ മുമ്പുണ്ടായിരുന്ന പേടിയും ഭയവും മാറി ഒരു സന്തോഷം നിറഞ്ഞു. അതിലുപരി തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്ക് മുമ്പിൽ വിജയിച്ച ആശ്വാസവും. പ്രശാന്താണെങ്കിൽ നാളുകളായിട്ട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ടു നടന്ന ആ ഒരു സുഖം അനുഭവിച്ചറിഞ്ഞതിന്റെ സന്തോഷവും. അവനൊരു വശ്യമായ ചിരിയോട് അവളൊന്ന് ഒഴിഞ്ഞു നോക്കി. അവളുടെ ശരീരത്തിന്റെ മധുരം അനുഭവിച്ചതിന്റെ ഓർമ്മ വീണ്ടും അവനെ മത്തു പിടിപ്പിക്കുന്നതായിട്ട് തോന്നിയതും ഒരു കള്ളച്ചിരിയാൽ അവൻ അവളിലേക്ക് വീണ്ടും ആഴ്ന്നിറങ്ങി. അവൾ ഒരു നാണത്തോടെ മുഖം പൊത്തി. താലി കെട്ടിയവനിൽ നിന്ന് കിട്ടാത്ത സുഖവും സന്തോഷവും മറ്റൊരുവിൽ നിന്ന് കിട്ടിയതും അവൾ ആകെ മാറി. ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് കാണാനും സംസാരിക്കാനുള്ള മോഹം മാത്രമായിരുന്നു.
പക്ഷേ സംസാരത്തിനിടയിൽ തന്റെ വേദനകളിൽ ആശ്വാസവാക്കുകളായി തന്നെ ഒന്ന് ചേർത്ത് പിടിച്ചപ്പോൾ അവൾ അതിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞിരുന്നു. സാറില്ല, ഏട്ടനതൊട്ട് ടെൻഷനാവണ്ട. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ അങ്ങനെ കണ്ട് സംസാരിക്കേണ്ടിയിരുന്നില്ല. ഇന്ദ്രൻ തലയുടഞ്ഞു. അത് കുഴപ്പമില്ലടാ, നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്തു, അത്ര മനസ്സിലാക്കിയാൽ മതി. വേറെ ഈ കാര്യത്തിലൊന്നും ചെയ്യാനില്ല. എന്നാലും ഏട്ടാ അവളിത് എങ്ങോട്ടായിരിക്കും പോയത്? ആർക്കറിയാം. അമ്മ പറയുന്നത് കേട്ടു, ഏതോ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. അവളെ കാണാൻ പോകാനുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇന്ന്. എൻ്റെ ഏട്ടാ ഇത് അതൊന്നുമല്ല. എന്താടാ ഇത്? വലിയമേട് പറഞ്ഞ പോലെ ഫ്രണ്ടിനെ കാണാനുള്ള പോക്കൊന്നല്ല. പിന്നെ സ്ത്രീയരി തന്നെ സിസ്റ്ററിന് പതിയെ തല ഉയർത്തി. ഇത് ആ മറ്റവനെ കാണാൻ പോയതാണെന്നാ എൻ്റെ ബലമായ സംശയം. നമ്മുടെ സംശയം തെറ്റാൻ ഒരു ചാൻസും ഇല്ല. ദിവസങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ നടക്കുന്നത് അത് തന്നെയല്ലേ? അതൊരു സത്യമാണ് ഇന്ദ്ര. പക്ഷേ തെളിവ് അത് പ്രധാനമാണ്. അതേട്ടാ, എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളായി. നമുക്ക് എന്തായാലും അതിൻ്റെ പിന്നാലെ ഒന്ന് പോയാലോ? വ്യക്തമായ തെളിവുകൾ കിട്ടണം. അതേടാ, ഇനി നമുക്ക് അതൊന്ന് കണ്ടെത്താൻ ശ്രമിച്ചു നോക്കാം. അമ്മ പറഞ്ഞ പോലെ എന്നിട്ട് വേണം ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ. ശ്രീഹരി എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ചെയറിൽ നിന്നൊന്ന് മുന്നോട്ടാഞ്ഞ് ഇന്ദ്രൻ നോക്കിയിട്ട് പറഞ്ഞു. വൈകിട്ട് മാളുവിന്റെ നിർബന്ധം കൊണ്ടാണ് ശ്രീകുട്ടി അവരുടെ വീട്ടിലേക്ക് പോയത്. കോളേജിൽ നിന്നിറങ്ങിയതും മാളു തന്നെ ഉമ്മയെ വിളിച്ച് സമ്മതം വാങ്ങി. ആദ്യമൊന്നും ഉമ്മ പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് മാളു സമ്മതം വാങ്ങി. അതേപോലെ ശ്രീകുട്ടിയുടെ അച്ഛനെയും വിളിച്ചിട്ട് കാര്യം പറഞ്ഞ് അവർ വീട്ടിലേക്ക് വിട്ടു. മിഥുനെല്ലാം അപ്പോൾ അറിയുന്നുണ്ടായിരുന്നെങ്കിലും കുറച്ച് വൈകിട്ടാണ് അവൻ ഓഫീസിൽ നിന്ന് എത്തിയത്. വീടിന്റെ ഗേറ്റ് കടന്ന് പോർച്ചിൽ കാർ നിർത്തിയതും അവൻ കണ്ടിരുന്നു സിറ്റ് ഔട്ടിൽ നിന്ന് തന്നിലേക്ക് മാത്രം നീളുന്ന ആ മിഴികളെ. രാവിലെ തന്റെ മുഖത്തേക്ക് നോക്കാൻ പാടുപെട്ടവൾ ഇപ്പോൾ തന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നേയില്ല. ഉള്ളിൽ അവന് വല്ലാത്തൊരു അലിവ് തോന്നി അവളോട്. എന്നിരുന്നാലും ഉള്ളിൽ പുഞ്ചിരിയും പുറത്ത് ഗൗരവമായി അവൻ ഡോർ തുറന്നിറങ്ങി മാളുവിനെ നോക്കി അകത്തേക്ക് കടന്നു. അതുകൂടെ കണ്ടതും പെണ്ണിന്റെ മിഴികൾ നിയന്ത്രണമില്ലാതെ ഒഴുകി തുടങ്ങി. അമ്മേ, എനിക്കൊരു ചായ. അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞിട്ട് മിഥുൻ മുകളിലേക്കുള്ള കോണിപ്പടി കയറി. അത് കേട്ട് മാളു ശ്രീകുട്ടിയെ നോക്കി. ഡീ വാ. മാളു വിളിച്ചതും അവൾ അനങ്ങാതെ നിന്നു. അവൾക്ക് അത്രയും സങ്കടം വരുന്നുണ്ടായിരുന്നു. വെറുതെ ഈ സങ്കടം സഹിക്കാൻ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ലെന്ന് വരെ തോന്നി അവൾക്ക്. വാസി, നമുക്ക് എല്ലാം ഇപ്പം ശരിയാക്കാം. മാളു, ഈ ചായ അവന് കൊണ്ടുകൊടുക്ക്. അമ്മ ആളിലേക്ക് ചായയുമായി വന്നു. മാളു ശ്രീകുട്ടിയെയും പിടിച്ചു വലിച്ച് ഹാളിലേക്ക് കടന്നു. ഇങ്ങ താമേ. അമ്മയോട് ചായ വാങ്ങി മാളു കോണിപ്പടി കയറി, കൂടെ ശ്രീകുട്ടിയും. അമ്മ അവരെ നോക്കി അടുക്കളയിലേക്ക് വലിഞ്ഞതും മാളോടെ കയ്യിൽ ചായ വെച്ച് കൊടുത്തു. ചെല്ലി, ഇന്നത്തോടെ നിങ്ങളുടെ എല്ലാ പിണക്കവും തീരണം ഏട്ടല്ലോ. പിന്നെ ഏട്ടനെ കാണുമ്പോൾ ഒരുമാതിരി കല്യാണ പെണ്ണ് കളിക്കുന്നവരെ കാണിക്കാൻ നിൽക്കണ്ട. ദേ ചൂടാറുന്നതിന് മുമ്പ് കൊണ്ടുകൊടുക്ക്. വരുന്ന വരട്ടെ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലുറപ്പിച്ച് ശ്രീകുട്ടി മാളുവിന്റെ കയ്യിൽ നിന്ന് ചായയും വാങ്ങി മിഥുന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. മയ്യേട്ടാ. എന്താടാ? മയ്യും ശ്രേയും വൈകിട്ട് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. നേരെ അവർ പോയത് ബീച്ചിലേക്കായിരുന്നു. അവിടെ കടൽ തീരത്ത് മയ്യുടെ തോളിലേക്ക് തലയും ചായച്ച് തിരമാലകളുടെ ഭംഗി ആസ്വദിക്കായിരുന്നു ശ്രേയ. ഒരുപാട് നാളുകൾക്ക് ശേഷം അവളുടെ മനസ്സ് വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. ആർക്കോ വേണ്ടി ചെയ്തു പോയ തെറ്റാണെങ്കിൽ കൂടി അത് ചെയ്ത ആ സമയത്ത് ഓർത്ത് അവളുടെ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടു. ഇനി എന്തു വന്നാലും ഈ മനസ്സിനെ വേദനിപ്പിക്കില്ലെന്ന് അവൾ മനസ്സാൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. എന്താടി, വിളിച്ചിട്ടൊന്നുമില്ലേ? തന്നെ വിളിച്ചിട്ടൊന്നും മിണ്ടാത്ത കണ്ട ശ്രേയെ തലയിരിച്ചു നോക്കിയിട്ട് മഹി ചോദിച്ചും അവൾ അവനിലേക്ക് കൂടുതൽ പറ്റിച്ചേർന്ന് നിന്നു. ആ മഹി! പെട്ടെന്നാണ് പിന്നിൽ നിന്നുള്ള ഉച്ചത്തിലുള്ള വിളി കേട്ടത്. ആദ്യം ഇരുവരും ഞെട്ടിയെങ്കിലും മഹി ഒരു പുഞ്ചിരിയോടെ ശ്രേയുടെ കയ്യിൽ പിടിച്ച് മണലിൽ നിന്ന് എഴുന്നേറ്റു. ഹായ് ശ്രേയ, അറിയോ? സുമേഷ് ഏട്ടനല്ലേ? ആ, അപ്പ അറിയാം. ഇത് അമീർ. സുമേഷ് പരിചയപ്പെടുത്തി. അറിയാം, അവൾ ചിരിയോടെ പറഞ്ഞു. ഇതാണ് സർപ്രൈസ്? ശ്രേയ അവന്റെ കയ്യിലും തട്ടി പതുക്കെ ചോദിച്ചു. എന്താണ് അവള് രഹസ്യം പറയുന്നത്? അത് നമ്മൾ പറഞ്ഞ സർപ്രൈസ് ചോദിക്കായിരുന്നു. ഓഹോ, അതായിരുന്നോ? ഇപ്പൊ പറയാം, അവരൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. ഇക്ക. അപ്പോഴേക്ക് അമീറിന്റെ ഭാര്യ ഷംനയും സുമേഷിന്റെ ഭാര്യ നിമ്നയും അവർക്കരികിലേക്ക് എത്തി. ആഹാ, ഇനി പറഞ്ഞ സർപ്രൈസ്? ആദ്യം എല്ലാവരും ഇവിടെ ഒന്നിരിക്കും. സുമേഷ് പറഞ്ഞു. എല്ലാവരും മണ്ണിലേക്ക് ഇരുന്നു. മൈ, നീ തന്നെ തുടങ്ങിക്കോ. ഓക്കെ. കാര്യം വേറൊന്നുമില്ല, എപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് പരാതിയല്ലേ, എവിടെയും കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞിട്ട്. ആ പരാതി ഞങ്ങൾ തീർത്തിരിക്കുന്നു. നാളെ രാത്രി നമ്മൾ 3 ഫാമിലിയുടെ ഒരു അടിപൊളി യാത്ര പോകുന്നു. എന്തായിരുന്നു സർപ്രൈസ് എന്നറിയാൻ ആകാംക്ഷയോടെ നോക്കിയിരുന്ന ശ്രേയയുടെയും ഷംനയുടെയും നിമ്നയുടെയും മുഖം പൂനിലാവ് പോലെ വിടർന്നു. ശ്രേയ സന്തോഷം കൊണ്ട് മയ്യെ കെട്ടിപ്പിടിച്ചു. അത് കണ്ട് എല്ലാവരും ഒരു ചിരിയോടെ അവളെ നോക്കി. എല്ലാവരും കുറച്ചു നേരം കൂടെ ഓരോ തമാശകൾ പറഞ്ഞിട്ട് അവസാനം ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു വീട്ടിലേക്ക് മടങ്ങിയത്. ശ്രീകുട്ടി ചായയുമായി മിഥുന്റെ റൂമിലേക്ക് കടന്നു കണ്ടു. അവൻ റൂമിലെ ചെയറിൽ തന്റെ ഫോണിലേക്ക് നോക്കിയിരിക്കുന്നു. കാൽ പെരുമാറ്റം അറിഞ്ഞതും അവൻ മുഖമുയർത്തി അവളെയും നോക്കി. ഇങ്ങ് തന്നേക്ക്. അവൻ കൈ നീട്ടി വാങ്ങിയിട്ട് ജനലിന്റെ അരികിലേക്ക് നടന്നു. ചായ ഒരു കപ്പ് കുടിച്ചിട്ട് അവൻ കപ്പ് ജനലിന്റെ അരികിലുള്ള ടേബിളിലേക്ക് വെച്ചു. എന്നിട്ട് പുറത്തേക്ക് നോക്കി. ശ്രീകുട്ടിക്ക് ആകെ ഒരു സങ്കടം നെഞ്ചിൽ തിങ്ങി നിറഞ്ഞു. അവൾ അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പിറകിൽ കൂടെ അവനെ കെട്ടിപ്പിടിച്ചു.
മിഥുനാകെ പരിഭ്രമത്തോടെ തിരിയാൻ നോക്കിയതും അതിനനുവദിക്കാതെ അവന്റെ തോളിൽ തല വെച്ചിട്ട് അവൾ ഏങ്ങി കരഞ്ഞു. മിഥുനേട്ടാ, ഇനി എന്നോട് പിണങ്ങിയേക്കല്ലേ, എനിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ ആ പരിഭവം പറഞ്ഞുള്ള കരച്ചിലിൽ അവന്റെ ഉള്ളമാകെ പിടഞ്ഞു. ശക്തിയോടെ തന്റെ കയ്യാൽ അവൾ വിടിവിച്ച് അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. ശ്രീമോളെ. അവനേറെ ഇഷ്ടത്തോടെ അവളുടെ മുഖം തന്റെ കൈകളിൽ പൊതിഞ്ഞു പിടിച്ചു. ഇല്ല മോളെ, ഇനി ഒരു നാളും ഈ മിഴികൾ നനയില്ല, പിണക്കവും ഉണ്ടാവില്ല. മിഥുനേട്ടൻ്റെ കുട്ടിയേട്ടനോട് ക്ഷമിക്കുക. ഇനി ഇങ്ങനെ സങ്കടപ്പെടല്ലേ. നീ എന്നോട് മിണ്ണായിട്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്ത്, അല്ലാതെ ഇഷ്ടമില്ലായിട്ടല്ലല്ലോ. ഞാൻ ചെയ്ത എൻ്റെ പെണ്ണിന് ഇത്ര വേദന ഉണ്ടാക്കുന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. സോറിടാ. ഇനി ഒരിക്കലും എൻ്റെ പെണ്ണിനെയും മിഥുനേട്ടൻ വേദനിപ്പിക്കില്ല. അവന്റെ വാക്കുകൾ കേട്ടതും ശ്രീകുട്ടി അവന്റെ നെഞ്ചിലേക്ക് ഒരു കുഞ്ഞിനെ പോലെ പതുങ്ങി നിന്നു. അവളുടെ ആ പ്രവൃത്തിയിൽ അവന്റെ ഉള്ള സന്തോഷത്താൽ കോരിത്തരിച്ചു. ഉള്ളിൽ അലയടിച്ചു വരുന്ന പ്രണയത്തോടെ മിഥുൻ വാത്സല്യത്തോടെ ഒരു പുഞ്ചിരിയാൽ അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. നീ ഇന്ന് എവിടേക്കായിരുന്നു പോയത്? അതെനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ഹാളിൽ നിന്നാണ് പത്മത്തിന്റെ വിസ്താരം. മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ വീട്ടിൽ ഇന്ദ്രനും ശ്രീഹരി ഒഴികെ എല്ലാവരും ഹാളിൽ ഹാജരായിട്ടുണ്ട്. പത്മം, എന്താ ഇത്? സുധാകരൻ അവരെ വിളിച്ചും പത്മ അദ്ദേഹത്തെ നോക്കി നിന്നിട്ട് പറഞ്ഞു. സുധാകരേട്ടാ, ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇവളുടെ പോക്കി എങ്ങോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. ആ ഒരു സമ്മതം അച്ഛനോട് ഞാൻ വാങ്ങിയതാ. അതുകൊണ്ട് സുധാകരേട്ട ഈ കാര്യത്തിലൊന്നും പറയണ്ട. സുധാകരേട്ട എന്നല്ല ആരും. അവസാന വാക്ക് പറഞ്ഞിട്ട് പത്മ മായെ നോക്കി. അത് കേട്ടതും സുധാകരൻ മിണ്ടാതൊരു ഭാഗത്തേക്ക് മാറിയുന്നു. പറയും ശില്പ, ശ്രീഹരി വിളിച്ചെന്ന് നീ ഇന്ന് രാവിലെ എന്നെ പറ്റിച്ചിട്ട് എങ്ങോട്ടാ മുങ്ങിയെന്ന്? അമ്മ ഞാൻ പറയാം, അമ്മയൊന്ന് വന്നേ. ശില്പ പത്മത്തിന്റെ കൈ പിടിച്ചു. വേണ്ട, വിട്, ഞാൻ എങ്ങോട്ടുമില്ല. ഇവിടുന്ന് എല്ലാവരും കേൾക്കെ പറഞ്ഞാൽ മതി. കുറെ ദിവസമായി ഞാനിതൊക്കെ കാണുന്നു. അന്നൊക്കെ ഈ കാര്യത്തെ കുറിച്ച് നിന്നോട് സംസാരിച്ചു, പറഞ്ഞു മനസ്സിലാക്കി. എന്നിട്ടും വീണ്ടും നിന്റെ സ്വഭാവം പ്രവൃത്തി ആദ്യം തന്നെ. പക്ഷേ ഇനി എനിക്കിതൊന്നും കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കാൻ കഴിയില്ല. എന്റെ മോന്റെ ജീവിത കൺമുമ്പിൽ ഇങ്ങനെ ഇല്ലാതായി പോകുന്നു. അവന് ഞാനായിട്ട് നൽകിയ ജീവിത ഇത്. അതിൽ അവനൊരു സമാധാനം ഇല്ലാതാവുന്ന കാണാൻ ഇനി എനിക്ക് കഴിയില്ല. അതുകൊണ്ട് എനിക്കറിയണം നിന്റെ തീരുമാനം എന്താണെന്ന്. ഈ വീട്ടിലെല്ലാവരെയും പറ്റിച്ചിട്ട് നിന്റെ പോക്കെ എങ്ങോട്ടേക്കാണെന്ന്. പത്മൻ ശില്പയ്ക്ക് നേരെ ഉറഞ്ഞുതുള്ളി. അവരുടെ ചോദ്യവും സംസാരവും കണ്ട് കൂടിന്നവർ ആരും അനങ്ങിയില്ല. എല്ലാവരും കാണുന്നല്ലേ അവളുടെ പ്രവൃത്തികൾ. പക്ഷെ ഒരു നിമിഷം മായൊരു പതർച്ചയോടെ പത്മത്തിനോട് എന്തോ പറയാൻ മുന്നോട്ടാഞ്ഞോ സിത്തുവളുടെ കൈകൾ മുറുകെ പിടിച്ചു. മായൊരു ഞെട്ടിലോടെ സിത്തുവിനെ നോക്കി. പറയ് ശില്പ, നീ ഇന്ന് എങ്ങോട്ടാ പോയത്? പത്മം വീണ്ടും അവൾക്ക് നേരെ തിരിഞ്ഞു. മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ സംസാരം തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് മനസ്സിലായതും അവൾ തലതാഴ്ത്തി പറഞ്ഞു തുടങ്ങി. അമ്മേ, ഞാനിന്നൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ, വേറെ എങ്ങോട്ടുമല്ല. അമ്മ സമ്മതിക്കില്ലല്ലോ എന്ന് കരുതിയാ അങ്ങനെ ഒരു കളവ് പറഞ്ഞു, അല്ല വേറൊന്നുമല്ല. അപ്പൊ നിന്നോട് അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിലെ പൂജ കഴിഞ്ഞിട്ട് പോവാന്ന്, ഞാനും കൂടെ വരാന്ന്. എന്നിട്ട് നീ ചെയ്തെന്താ? ഈ വീട്ടിലുള്ളവരെന്താ നിന്റെ താളത്തിനൊത്ത് തുള്ളാനുള്ളവരാണോ? ഈ ശ്രീമംഗലം തറവ മതി അമ്മേ, നിർത്ത്. നിങ്ങളൊക്കെ പറയുന്ന പോലെ എന്റെ ജീവിതം ജീവിച്ചിരിക്കുള്ളൂ ഞാൻ നിങ്ങൾക്കാർക്കും തീരെഴുതി തന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യും. അതിനെ ചോദ്യം ചെയ്യാൻ അതേപോലെ എന്നെ ഭരിക്കാൻ ആരും വരണ്ട. ഒറ്റ വീർപ്പിൽ പറഞ്ഞിട്ട് പത്മത്തിനെയും ചുറ്റുള്ളവരെ അമർഷത്തോടെ നോക്കിയിട്ട് ശില്പ മുകളിലേക്ക് കയറി. ചേച്ചി! ശില്പ പറഞ്ഞിട്ട് പോയ വാക്കുകൾ കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയായിരുന്ന എല്ലാവരും മുൻവശത്തെ വാതിലിനടുത്തുള്ള വിളിയേട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു. മഹി, നീ? മായ പരിഭ്രമത്തോടെ വാതിൽ നിൽക്കുന്ന മഹിയുടെ അരിയിലേക്ക് നടന്നു. മോളെ ശ്രേയ, ചേച്ചി എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? മായ അത്തേക്ക് കിടന്നിട്ട് മായയെ നോക്കി. അപ്പോഴേക്കും എല്ലാവരും അവർക്കരിയിലേക്ക് വന്നു. എന്ത് നടക്കാൻ? മഹിയുടെ അനിയത്തി ഈ കുടുംബത്തിൽ ഉണ്ടാക്കി വെക്കുന്നൊന്നും നീ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇല്ലല്ലോ? പത്മ മയ്യെ നോക്കി രോഷം പൂണ്ടു. എന്റെ അമ്മേ, മയ്യേട്ടനോട് തട്ടിക്കയറണ്ട. അവൾ ഓരോന്നും ചെയ്തതിന് മയ്യേട്ടൻ എന്ത് വിളിച്ചു? ഇനി അവളുടെ കാര്യത്തിൽ ഒന്നിനും നിൽക്കണ്ട. വെറുതെ നമ്മുടെ നല്ല സമയം കളയാനായിട്ട് വേറെ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അമ്മ സംസാരിക്കുന്ന മുഴുവൻ ഞങ്ങൾ കേട്ടു, അതേപോലെ അവള് പറഞ്ഞിട്ട് പോയതും. ഇനി എന്താ മോളെ ഞാൻ ചെയ്യാ? നിന്റെയും കൂടെ നിർബന്ധത്തിന് അവളെ ശ്രീഹരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അതിനൊന്നും നിന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ ഉരുകില്ലായിരുന്നു. പത്മൻ കരച്ചിലോടെ പറഞ്ഞു. ശ്രേയക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അമ്മയേക്കാൾ കൂടുതൽ ഈ കാര്യത്തിന് തെറ്റുകാരി താൻ മാത്രമാണ്. പത്മം, കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ്ട. എല്ലാവരും അവരുടെ പാട് നോക്ക്. മക്കളെ, നിങ്ങൾ കയറിയിരിക്കുക. അവസാനമായി മുത്തശ്ശൻ എല്ലാവരും നോക്കി പറഞ്ഞു. ഓരോരുത്തരും അവരുടെ വഴിക്ക് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.